ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ മുതാക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ CPM, കോൺഗ്രസ്, ഇന്ത്യ മുന്നണി സഖ്യം. പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് CPM സ്ഥാനാർത്ഥി ജോയിയുടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെയും ഒത്തുകളി കേരള ജനത മനസ്സിലാക്കിയിട്ടില്ലെന്നും വോട്ടർമാരെ പറ്റിക്കുന്ന പ്രവണത രണ്ട് മുന്നണിയും അവസാനിപ്പിക്കണമെന്നും ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷ് പറഞ്ഞു. പാർലമെന്റിലായാലും പഞ്ചായത്തിനായാലും കക്ഷിനില 20-ൽ ബി.ജെ.പിക്ക് 7, കോൺഗ്രസിന് 5, CPM-ന് 4, CPI-ക്ക് 2 സ്വതന്ത്ര എന്ന നിലയിലാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി മുന്നണിയായി ബി.ജെ.പിയാണ്. CPM, CPI 2 സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണം നടത്തുകയായിരുന്നു. ഇങ്ങനെയിരിക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തിൽ CPI-യിലെ പള്ളിയറ ശശിയും സ്വതന്ത്രാംഗം ശ്രീജയും കോൺഗ്രസിന്റെ പിന്തുണച്ചതോടെ ഭരണ പ്രതിസന്ധി ഉണ്ടായി. തുടർന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി. അവിശ്വാസം കൊണ്ടുവരികയും അത് പാസ്സാക്കുകയും ചെയ്തു. ബി.ജെ.പിയിൽ ചേർന്ന സ്വതന്ത്രാംഗം ശ്രീജയെ ബി.ജെ.പിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും ആയിരുന്നു. പള്ളിയറ ശശിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷവും വന്നു. കോൺഗ്രസ് ഇടതുപക്ഷത്തെ പിന്തുണച്ചു. പള്ളിയറ ശശി വിജയിച്ചു. നിലവിൽ വൈസ് പ്രസിഡന്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ബി.ജെ.പിക്ക് ലഭിച്ചു. പാർലമെന്റിലായാലും പഞ്ചായത്തിലായാലും ഇവർ രണ്ടും ഒന്നാണെന്ന് കേരളത്തിലെ മുന്നണി സംവിധാനം മുതാക്കൽ പഞ്ചായത്തിൽ ആരംഭിക്കുകയാണെന്നും അഡ്വക്കേറ്റ് എസ്. സുരേഷ് പറഞ്ഞു. പള്ളിയറ ശശിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് DCC പ്രസിഡന്റ് കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരിക്കുന്നു. CPM, CPI ജില്ലാ സെക്രട്ടറിമാരും പള്ളിയറ ശശിക്ക് അനുകൂലമായി വോട്ട് നൽകണമെന്ന് വിപ്പ് നൽകി. കേരള രാഷ്ട്രീയത്തിൽ പരസ്പരം പോരടിക്കുന്ന രണ്ട് മുന്നണികൾ ഒരു വ്യക്തിക്ക് വോട്ട് നൽകണമെന്ന് വിപ്പ് നൽകിയ സാഹചര്യമുണ്ടായത് ആദ്യമായാണ്. പാറക്കോറി ഉടമയായ പള്ളിയറ ശശിയെ പ്രസിഡന്റാക്കാൻ ലക്ഷങ്ങളുടെ ഇടപാടാണ് നടത്തിയത്. CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി DCC പ്രസിഡന്റ് വിപ്പ് നൽകിയതിന് KPCC പ്രസിഡന്റ് K. സുധാകരൻ മറുപടി നൽകണം. കേരളത്തിന് പുറത്തു മാത്രമല്ല കേരളത്തിനകത്തും ഇവർ ഒന്നാണെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് എസ്. സുരേഷ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി മുളേറ രതീഷ്, ട്രഷറർ ബാലമുരളി, ഒറ്റൂർ മോഹൻദാസ്, വക്കം അജിത് എന്നിവർ പങ്കെടുത്തു.